വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ് നമ്മൾ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ്, ബേക്കിംഗ് പൗഡർ, 1/2 കപ്പ് പാല്. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഈ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ബിസ്ക്കറ്റ് എല്ലാം നല്ലതുപോലെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റ് പീസ് ഒന്നും കിടക്കാത്ത രീതിയിൽ നല്ലതുപോലെ വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. കേക്ക് നല്ലതുപോലെ പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുക്കണം. പാല് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത്, കുറച്ചായിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന റിബൺ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ ഓവൻ യൂസ് ചെയ്താണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവന് പകരം ഞാനിവിടെ ഇഡലിക്കുട്ടകമാണ് യൂസ് ചെയ്യുന്നത്. ബാറ്റർ കുക്ക് ചെയ്യാൻ വെക്കുന്നതിന് ഒരു 7 മിനിറ്റ് മുന്നെങ്കിലും നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. പ്രീഹീറ്റ് ആവുന്ന ടൈമിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മുടെ കേക്ക് തയ്യാറാക്കുന്നത് അതിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കണം. ബാറ്റർ ഒഴിക്കുന്ന പാത്രത്തിൻ്റെ ഏറ്റവും ബോട്ടം ലെയറിലായിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ഷീറ്റ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ കുറച്ചായിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്ററെല്ലാം ഒഴിച്ചതിന് ശേഷം ബബിൾസ് ഫോം ചെയ്യാത്ത രീതിയിൽ നമ്മളിതൊന്ന് കൊട്ടി കൊടുക്കണം. ഇനി നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച പാത്രം നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന കുട്ടകത്തിലേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2-3/4 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമ്മുടെ കേക്ക് പൊങ്ങി വരുന്നത് കാണാം. ഇപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നമ്മുടെ കേക്ക് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് കുക്കായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമുക്കിതൊന്ന് കുത്തി നോക്കാം.
ടൂത്ത് പിക്കിൻ്റെ അറ്റത്തായിട്ട് മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റിൻ്റെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് ഇത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു ടേസ്റ്റി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.